ഭയങ്കര ടെൻഷനുണ്ട്. അമ്മയുടെ ഇരിക്കുന്നത്, മഞ്ജു ചേച്ചിയുടെ ഇരിക്കുന്നത്, എല്ലാവരും ഉണ്ട്. ആൻഡ് എൻ്റെ ഫസ്റ്റ് മൂവിയിൽ വേണമെങ്കിൽ പറയാം, ഐ മീൻ ഓൾമോസ്റ്റ് എൻ്റെ അമ്മയുടെ കൂടെ എനിക്ക് ഒരു സ്ക്രീൻ എന്താ പറയുക ഷെയർ ചെയ്യാൻ പറ്റുക പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യമാണ്. അതെനിക്ക് എൻ്റെ ഫസ്റ്റ് പടം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും, അത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു റീസെൻ്റ്, സുന്ദരിയായ സ്റ്റെല്ല എന്ന് പറഞ്ഞിട്ട്. ആൻഡ് എൻ്റെ രണ്ടാമത്തെ പടം തന്നെ എൻ്റെ അമ്മയുടെ കൂടെയും അതുപോലെ തന്നെ ബാക്കി എല്ലാ ക്രൂവും എല്ലാവരും ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. അഭിലാഷേട്ടാ താങ്ക് യു, ആരതി ചേച്ചി താങ്ക് യു, ചേട്ടാ എല്ലാവർക്കും ഒരുപാട് നന്ദി എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നത്. അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കഥ ആക്ച്വലി ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മ എൻ്റെ അടുത്തൊരു വൺ ലൈനർ പോലൊരു സംഭവം പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു എനിക്ക്. വെരി ഹാപ്പി. ഐ വിഷ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഈക്വലി എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക് യു. വേറെ ഒന്നും എനിക്ക് ആക്ച്വലി പറയാൻ പറ്റുന്നില്ല, നല്ല ടെൻഷൻ. എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷം. അഭിഷേകമായിട്ട് ഒരുപാട് നാളത്തെ സൗഹൃദം ഉണ്ടെങ്കിലും അഭിഷേകം ഒരു മൂവിയിൽ ഭാഗമാകാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ അതിലേക്ക് വിളിച്ചത് ഒത്തിരി സന്തോഷം. അഭിഷേകനോട് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നായിരുന്നു മുന്നേ മഞ്ജു ചേച്ചിയുടെ കൂടെ അഭിനയിക്കുന്നുള്ളത്. അതെനിക്ക് അഭിനയിക്കാൻ പറ്റി. പിന്നെ എനിക്കുള്ള ആഗ്രഹമായിരുന്നു ഉർവശി ചേച്ചിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യണത്. ഇപ്പോൾ പക്ഷെ ഞങ്ങൾ ഫോണിലൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഈ ഒരു മൂവിയിലൂടെ സാധിക്കാനായിട്ട് പോകുന്നത്. അത് ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഏറ്റവും നന്നായിട്ട് തന്നെ ഞങ്ങൾക്കൊരു ടീമായിട്ട് നിന്ന് ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള എല്ലാ അനുഗ്രഹവും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. അനുവിന്റെ ഒരു കാര്യം പറയാനുണ്ട്. അനുവിനോട് ഞാൻ കഥ പറയാൻ വിട്ടപ്പോൾ ആരതിയും വിപിനും പോയി കഥ പറഞ്ഞു. കഥ പറഞ്ഞ് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ കൊള്ളാം, രസമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് സ്ക്രിപ്റ്റ് പിന്നെ വായിക്കാന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ പറ്റിച്ചു. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ സ്ക്രിപ്റ്റ് വായിച്ചില്ല. ഞങ്ങൾ പൂജയാണ് 15 സ്ക്രിപ്റ്റ് വായിക്കണം നിർബന്ധമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതെ കുഴപ്പമില്ല.